കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവിന്റെ പരാതിയിൽ 2 വർഷമായിട്ടും നടപടിയില്ല. കുറ്റിക്കാട്ടൂർ സ്വദേശി മാമു കോയയ്ക്കാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ നിന്നും മർദ്ദനമേറ്റ സംഭവത്തിൽ നീതി നിഷേധിക്കപ്പെട്ടത്. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാമു കോയ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പേര് മാമുക്കോയല്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മാമുക്കോയാണ്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. அவங்க വരണം തന്നെ പറഞ്ഞു. വരണമെങ്കിൽ എൻ്റെ കയ്യിൽ സമൻസോ എന്തെങ്കിലും ഇന്നെ അറസ്റ്റ് ചെയ്യാനുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്താ അതുണ്ടെങ്കിലേ വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു പൊതുപ്രവർത്തകനാണെന്ന് പറഞ്ഞ് കയ്യിലും ഇവരിൻ്റെ തലക്കാണ് അടിച്ചത്. പക്ഷെ അത് തലക്കടിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒഴിഞ്ഞ് മാറുന്നേരാണ് വീണ്ടും ഇവർ കൂടി അടിച്ചത്. ആദ്യം അടിച്ചത് സുദർശന്, പിന്നെ ബെന്നി, പിന്നെ പോലീസുകാർ പിടിച്ച് വെച്ചിട്ട് ആ ഒരു കിണർ ഭാഗമാണ്. അവിടെ കിണറും കുറഞ്ഞ ഒഴിഞ്ഞ സ്ഥലവും ബിൽഡിങ്ങും ഒക്കെയാണ്. അതിൻ്റെ ഇടയിൽ അന്നേരം ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇന്നെ വെച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ചിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ടാണ് പിന്നെ എന്നെ ഇങ്ങനെ ചെവിൻ്റെ ഭാഗം അടിച്ചിട്ട് അന്ന് പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിക്കാണ്ട് അതിൻ്റെ റിപ്പോർട്ടും കാര്യമൊക്കെ അന്ന് ഞാൻ പരാതി പറയുമ്പോൾ കൊടുത്തില്ല. അത് കിട്ടിയിട്ട് അന്ന് പാടം ചെറുങ്ങനെ പൊട്ടുണ്ടായിനി. ഇവിടെ പ്രേക്ഷകരെ, കുന്നംകുളത്തെ മൂന്നാമുറ പോലീസ് മൂന്നാമുറയുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സംഭവം ഉണ്ടായി 2 വർഷം ഒരു കുറ്റപത്രം പോലും നൽകാതെ പോലീസ് പൂഴ്ത്തിവെച്ച ഒരു സംഭവമാണ്. പിന്നീട് നടന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു. നമ്മുടെയൊക്കെയും മനസ്സാക്ഷിയെ ഞെട്ടിച്ച ദൃശ്യങ്ങളായിരുന്നു അത്. പക്ഷേ ഈ സംഭവങ്ങളൊന്നും ഒറ്റപ്പെട്ടതല്ല എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളും പ്രതികരണങ്ങളും കേൾക്കുമ്പോൾ പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ദിൽഷ തിലകനുണ്ട് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി. ദിൽഷ, ഗുഡ് മോർണിംഗ്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സ്ഥിരമാണ്, പതിവാണ് എന്നുള്ള രീതിയിലാണ്, ആ നിലയ്ക്കാണ് ദൃശ്യങ്ങളും പ്രതികരണങ്ങളും ഒക്കെയും പുറത്തു വരുന്നത്. ഇതിപ്പോൾ ഈ സംഭവം എന്ന് നടന്ന സംഭവമാണ്. എന്തിനായിരുന്നു ഈ മർദ്ദനം അവിടെ ഉണ്ടായത്? മാമുക്കോയെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ദിൽഷ? സേതു, 2023 ഡിസംബർ 23-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവാണ് കുറ്റിക്കാട്ടൂർ സ്വദേശിയായിട്ടുള്ള മാമുക്കോയക്കാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ നിന്നും ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത്. അതായത് 2023 ഡിസംബർ 23-നാണ് ഈ സംഭവം നടക്കുന്നത്. കുറ്റിക്കാട്ടൂർ യത്തീംഖാനയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടൊരു തർക്കം നടക്കുന്നുണ്ടായിരുന്നു ആ പ്രദേശത്ത്. ഈ യത്തീംഖാനയിലേക്ക് ഇറച്ചി വിതരണം ചെയ്യുന്നത് മാമുക്കോയാണ്. പതിവ് പോലെ അവിടെ ഇറച്ചി വിതരണത്തിനായിട്ട് എത്തിയതായിരുന്നു മാമുക്കോയ. ആ സമയത്ത് അവിടെ മെഡിക്കൽ കോളേജ് പോലീസ് സംഘം ഈ ഭൂമി തർക്കവും ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അന്നത്തെ ACP ആയിട്ടുണ്ടായിരുന്ന കെ സുദർശനും അതുപോലെ തന്നെ CI ബെന്നിലാൽ അടക്കമുള്ള സംഘം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ പോലീസ് സംഘം അവിടെ എത്തിച്ചേർന്നു എന്നതറിഞ്ഞ് പ്രശ്നം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് സാധാരണ നാട്ടുകാരെ പോലെ തന്നെ മാമുക്കോയും അവിടെ എത്തിയതായിരുന്നു. ആ സമയത്താണ് അകാരണമായിട്ട് മാമുക്കോയെ തന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്, തന്നെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് വാറണ്ട് ഉണ്ടോ എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ മാമുക്കോയ ചോദിക്കുന്നുണ്ട്. എന്നാൽ പബ്ലിക്കായിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ച് മാമുക്കോയുടെ മുഖത്തടിക്കുകയും കാലിനും നടുവിനൊക്കെ അകാരണമായിട്ട് ചവിട്ടുകയും യാതൊരുവിധ പ്രകോപനവുമില്ലാതെ മാമുക്കോയെ ഉപദ്രവിക്കുകയായിരുന്നു പോലീസ് സംഘം എന്നാണ് മാമുക്കോയ പറയുന്നത്. ഈ ഒരു നാട്ടുകാരുടെ മുന്നിലൂടെ മാമുക്കോയെ മുഖത്തടിച്ച്, അതായത് അന്നത്തെ ACP ആയിട്ടുണ്ടായിരുന്ന കെ സുദർശൻ മാമുക്കോയെ മുഖത്തടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട മാമുക്കോയ പിന്നീട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ തന്നെ എത്തി പരാതി നൽകുകയുണ്ടായി. എന്നാൽ മെഡിക്കൽ കോളേജ് പോലീസ് പരാതി സ്വീകരിക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നാണ് മാമുക്കോയ പറയുന്നത്. മാത്രവുമല്ല, ശേഷം സിറ്റി പോലീസ് കമ്മീഷണർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ഈ ഒരു പരാതി നൽകിയതിന്റെ പേരിൽ 2ാമത്തെ ദിവസം വിളിച്ച് മൊഴിയെടുത്തു എന്നതിൽ കവിഞ്ഞ് മറ്റൊരു തരത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ 2 വർഷമായി ഈ സമയം വരെയും ഉണ്ടായിട്ടില്ല എന്ന് മാമുക്കോയ പറയുന്നുണ്ട്. മാത്രമല്ല, അന്നത്തെ അകാരണമായിട്ടുള്ള മർദ്ദനത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് മാമുക്കോയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിനുശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാമുക്കോയ പിന്നീട് നിയമ നടപടികൾക്ക് മുതിർന്നതാണല്ലോ. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയതാണല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു പ്രതികരണം എന്തായിരുന്നു? ഇതിലൊക്കെ നടപടി എന്തെങ്കിലും ഉണ്ടായോ? സേതു, അതാണ് സൂചിപ്പിച്ചത്. കാരണം ഇത്രയും വലിയൊരു ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഈ ദൃശ്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മാമുക്കോയ പരാതി നൽകിയിട്ടുള്ളത്. എന്നിട്ട് പോലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അധികൃതർ
പിന്നീട് അത് ആ ഒരു കേസ് അത് തന്റെ വിഷമമൊഴിയിൽ ഒതുക്കി ജീവിക്കുകയായിരുന്നു എന്നാണ് മാമുക്കോയ പറഞ്ഞത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥരാണ്, ഉന്നത ഉദ്യോഗസ്ഥരാണ്, അവർക്കെതിരെ ഒരു പരാതിയുമായിട്ട് ചെന്നാൽ സ്വാഭാവികമായിട്ടും തനിക്ക് അതിൽ യാതൊരു അനുകൂലമായിട്ടുള്ള തനിക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പായതിനു ശേഷം താൻ അതിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയെന്നാൽ ഇപ്പോൾ സമാനമായുള്ള സംഭവം കുന്നംകുളത്തൊക്കെ നടന്നപ്പോഴാണ് തനിക്ക് 2 വർഷമായിട്ട് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്നൊരു ആ ഒരു വിഷമമാണ്. ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്നൊരു ആ ഒരു വിഷമമാണ് മാമുക്കോയ നമ്മളോട് ന്യൂസ് മലയാളത്തോട് പങ്കുവെച്ചത്. മാത്രമല്ല 2 വർഷങ്ങൾക്ക് ഇപ്പോഴും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ മാമുക്കോയ നേരിടുന്നുണ്ട്. അകാരണമായിട്ട് പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. കാരണവുമില്ലാതെ ആ യത്തീംഖാനയുടെ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് മാമുക്കോയ. മാമുക്കോയെ പിടിച്ചുകൊണ്ട് പോകുന്നു, ഒരു കാര്യവുമില്ലാതെ മർദ്ദിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും സർവീസിലുണ്ട്. 2 വർഷം മുമ്പ് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടുന്ന് സ്ഥലം മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ ശരി ദിൽഷ.